സെപ്റ്റംബർ 2025 മുതൽ നിങ്ങൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ 30 മണിക്കൂർ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഫ്രീ ചൈൽഡ് കെയർ കിട്ടുന്നതാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് 500 പൗണ്ട് വരെ അല്ലെങ്കിൽ വർഷം 2000 പൗണ്ട് വരെ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ചൈൽഡ് കെയർ കിട്ടുന്നതാണ്. ഡിസേബിൾഡ് ചൈൽഡ് ആണെങ്കിൽ ഓരോ 3 മാസവും 1000 പൗണ്ട് വരെയും അല്ലെങ്കിൽ വർഷം 4000 പൗണ്ട് വരെയും ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഫ്രീ ചൈൽഡ് കെയർ കിട്ടുന്നതാണ്. ഇപ്പോൾ വർക്കിംഗ് പേരൻസിന് 15 മണിക്കൂറാണ് 9 മാസം മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നത്. അതായത് 15 മണിക്കൂർ ഫ്രീ ചൈൽഡ് കെയർ ഫോർ 9 months to 2 years ആൻഡ് 30 hours ഫ്രീ ചൈൽഡ് കെയർ 3 and 4 years old. പക്ഷേ ഈ വരുന്ന സെപ്റ്റംബർ 2025 മുതൽ എലിജിബിൾ ആയിട്ടുള്ള പേരൻസിന് 30 മണിക്കൂർ ആണ് ആഴ്ചയിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ചൈൽഡ് കെയർ കിട്ടുന്നത്. 9 മാസം മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടുന്നത്. അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേരൻസ് ഒരു വർഷത്തിൽ 9518 പൗണ്ടിൽ കൂടുതലും 1 ലക്ഷം പൗണ്ടിൽ താഴെയും ഏൺ ചെയ്യുന്നവരായിരിക്കണം. അതായത് 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള പേരൻസ് ആണെങ്കിൽ ഇൻഡിവിജ്വലായി 3 മാസത്തിൽ 2539 പൗണ്ടിന് മുകളിൽ ബിഫോർ ടാക്സ് ഏൺ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 195 പൗണ്ട് പെർ വീക്ക്. ഇനി 18 മുതൽ 20 വയസ്സ് വരെയുള്ള പേരൻസ് ആണെങ്കിൽ 2080 പൗണ്ട് പെർ മന്ത് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ 160 പൗണ്ട് പെർ വീക്ക് ഏൺ ചെയ്തിരിക്കണം. അണ്ടർ 18 ഇയേഴ്സ് ഓൾഡ് ആണെങ്കിൽ 1570 പൗണ്ട് അല്ലെങ്കിൽ 120 പൗണ്ട് പെർ വീക്ക് ഏൺ ചെയ്തിരിക്കണം. നിങ്ങൾ ഒരു ജോലിയിൽ കൂടുതൽ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഒന്ന്, UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ കയറി ഫ്രീ ചൈൽഡ് കെയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ചൈൽഡ് കെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതിനായി ഗൂഗിളിൽ ക്രിയേറ്റ് ഫ്രീ ചൈൽഡ് കെയർ അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കയറി ഫ്രീ ചൈൽഡ് കെയർ അക്കൗണ്ട് ഇമെയിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2, ആപ്ലിക്കേഷൻ സക്സസ് ആയാൽ ഒരു 11 ഡിജിറ്റ് കോഡ് നിങ്ങളുടെ ചൈൽഡ് കെയർ അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 3, അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഗീവ് ദ കോഡ് ടു യുവർ അപ്രൂവ്ഡ് ചൈൽഡ് കെയർ പ്രൊവൈഡർ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചൈൽഡ് കെയർ പ്രൊവൈഡർ ഓഫ്സ്റ്റഡ് ദ ഓഫീസ് ഫോർ സ്റ്റാൻഡേർഡ്സ് ഇൻ എഡ്യൂക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ അടുത്തുള്ള അപ്രൂവ്ഡ് ചൈൽഡ് കെയർ പ്രൊവൈഡറിനെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ childcare.co.uk എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിയറസ്റ്റ് അപ്രൂവ്ഡ് ചൈൽഡ് കെയർ പ്രൊവൈഡറിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. 4മതായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ചൈൽഡ് കെയർ പ്രൊവൈഡർക്ക് നിങ്ങൾക്ക് കിട്ടിയ 11 ഡിജിറ്റ് കോഡും ചൈൽഡിന്റെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറും കൊടുക്കുക. ചൈൽഡ് കെയർ പ്രൊവൈഡർ ആ കോഡ് HMRC ആയിട്ടോ ലോക്കൽ അതോറിറ്റി ആയിട്ടോ ആ കോഡിന്റെ വാലിഡിറ്റി കൺഫേം ചെയ്യുന്നതാണ്. 5, നിങ്ങൾ കൊടുത്ത കോഡ് വാലിഡ് ആണെങ്കിൽ ചൈൽഡ്സ് പ്ലേസ് വിൽ ബി കൺഫേംഡ്. 6, റീകൺഫേം യുവർ ഡീറ്റെയിൽസ്. 3 മാസം കൂടുമ്പോൾ നിങ്ങളുടെ ചൈൽഡ് കെയർ അക്കൗണ്ടിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൺഫേം ചെയ്ത് കോഡ് വാലിഡ് ആക്കിക്കൊണ്ടിരിക്കാൻ മറക്കരുത്. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. അതായത് നിങ്ങൾക്ക് നാഷണൽ ഇൻഷുറൻസ് നമ്പർ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതുപോലെ ആരാണോ ടാക്സ് ഫ്രീ ചൈൽഡ് കെയറിന് അപ്ലൈ ചെയ്യുന്നത് അവർക്ക് സെറ്റിൽഡ് ഓർ പ്രീ സെറ്റിൽഡ് വിസ ഇപ്പോൾ ഉള്ളവരോ അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്തിട്ട് ഡിസിഷൻ വെയിറ്റ് ചെയ്യുന്നവരോ ആയിരിക്കണം. അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓർ ഐറിഷ് സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ വിസ സ്റ്റാറ്റസിൽ പെർമിഷൻ ടു ആക്സസ് പബ്ലിക് ഫണ്ട് എലിജിബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ പാർട്ട്ണർ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഫ്രീ ചൈൽഡ് കെയറിന് എലിജിബിൾ ആയേക്കാം. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്നവരായിരിക്കണം. അതായത് ഇൻകപ്പാസിറ്റി ബെനിഫിറ്റ്, സിവിയർ ഡിസേബിൾമെന്റ് അലവൻസ്, കെയറേഴ്സ് അലവൻസ്, ലിമിറ്റഡ് കാപ്പബിലിറ്റി ഫോർ വർക്ക് ബെനിഫിറ്റ്, കോൺട്രിബ്യൂഷൻ ബേസ്ഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സപ്പോർട്ട് അലവൻസ്. ഇതിൽ ഏതെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ഇതുപോലുള്ള ഡീറ്റെയിൽഡ് വീഡിയോസിനായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.